അപ്പോൾ നിങ്ങളെല്ലാവരും 2025 നമ്മുടെ JEE എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ JIB എക്സാംസ്, അതേപോലെ തന്നെ ഗ്രാൻഡ് ടെസ്റ്റുകൾ, വീക്ക്ലി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മൾ JEE എക്സാമിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം 3 സബ്ജക്റ്റുകളാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മൾ ഈ 3 സബ്ജക്റ്റുകളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ പൊതുവേ പ്രിഫർ ചെയ്യുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്രമാണ്, അല്ലേ? മാത്സിലേക്ക് വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ചെറിയ പേടിയാണ്. മാത്സ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് പോലെയാണ് മിക്ക കുട്ടികളും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലെസ് ഇമ്പോർട്ടൻസ് ആണ് മിക്ക കുട്ടികളും മാത്സിന് കൊടുക്കാറുള്ളത്. പൊതുവേ കുട്ടികൾ നേരെ ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും അവരുടെ അറ്റൻഷൻ കൂടുതൽ കൊടുക്കും. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളും ഫിസിക്സും കെമിസ്ട്രിയും നന്നായിട്ട് തന്നെ പഠിക്കുന്നതാണ്, അല്ലേ? അപ്പം അതിലൊരു കോമ്പറ്റീഷൻ നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ മാത്തമാറ്റിക്സിന് എന്ത് ചെയ്യണം? ഈക്വൽ പ്രയോറിറ്റി കൊടുക്കണം. അതായത് മാത്സിൽ ഒരു 10-12 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൻറ്റേജിൽ ഒരു ഹയർ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാം പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാത്സിലും നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി മാത്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? മാത്സ് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആദ്യം ഒന്ന് പറയുന്നത്. മാത്സിലെ സിലബസ് ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ചാപ്റ്ററുകളുണ്ട്, അല്ലേ? അതിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും ബേസിക്സ് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഹയർ ലെവൽ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബേസിക്സ് എങ്ങനെ സ്ട്രോങ് ആക്കും? മാത്സിനെ സംബന്ധിച്ചോളം ഒരു തിയററ്റിക്കൽ സബ്ജക്റ്റ് അല്ലാതെ നല്ല രീതിയിൽ പ്രോബ്ലംസ് വരുന്നൊരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം ഇക്വേഷൻസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻസ് പഠിക്കുന്നതോടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓവറോൾ ഒരു ചാപ്റ്ററിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകാം. അതേപോലെ തന്നെ ഈ ഫോർമുലാസ് എല്ലാം തന്നെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും കാണുമ്പോൾ തന്നെ ഏത് ഫോർമുല യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഓരോ ചാപ്റ്ററിലെയും ഫോർമുലാസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിലെ മാത്രം പ്രോബ്ലംസിനെ ആയിരിക്കില്ല അത് ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റു പല ചാപ്റ്റേഴ്സിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുലാസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് ഈ ഒരു സീരീസിൽ നമ്മൾ പ്രോബ്ലംസിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്റർ തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈൻസ് റിലേറ്റ് ചെയ്യുന്ന വേറൊരു ചാപ്റ്റർ ഉണ്ട്, നമുക്ക് 3 ഡയമെൻഷണൽ ജോമെട്രി, അല്ലേ? സ്ട്രെയിറ്റ് ലൈൻസിലെ ഫോർമുലാസ് ഒക്കെ പോലെ സിമിലർ ആയിട്ടുള്ള ഫോർമുലാസ് എവിടെ വരുന്നുണ്ട്? 3 ഡയമെൻഷണൽ ജോമെട്രിയിലും വരുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ധാരാളം ഫോർമുലാസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫോർമുലാസ് ഒക്കെ വെച്ച് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. അപ്പോൾ കീമിനായിക്കോട്ടെ JEEക്ക് ആയിക്കോട്ടെ ധാരാളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫോർമുലയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ട നമ്മുടെ മെയിൻ ആൻഡ് ബേസിക് ഫോർമുലയാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്കറിയാം, നമ്മൾ പല പ്രോബ്ലത്തിനകത്തും അല്ലെ മറ്റു പല ചാപ്റ്റേഴ്സിനകത്തും നമുക്ക് 2 പോയിന്റ്സിൻ്റെ ഡിസ്റ്റൻസ്, 2 കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. നമുക്കറിയാം 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പലയിടത്തും എന്ത് ചെയ്യാം? ഉപയോഗിക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ നമ്മുടെ മെയിൻ ഇക്വേഷനാണ് സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇതേ സെക്ഷൻ ഫോർമുല തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ടും പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ സെക്ഷൻ ഫോർമുലയിൽ തന്നെ നമുക്ക് 2 കേസാണ് വരുന്നത്. ഒന്ന് ഇന്റേണൽ ഡിവിഷനും 2 എക്സ്റ്റേണൽ ഡിവിഷനും. ഓക്കെ, ഒരു ലൈനെ നമ്മൾ ഇന്റേണലി കട്ട് ചെയ്യുന്നു m:n റേഷ്യോയിൽ, രണ്ടാമത്തേത് ഒരു ലൈനെ എക്സ്റ്റേണലി നമ്മൾ കട്ട് ചെയ്യുന്നു m:n റേഷ്യോയിൽ. അപ്പോൾ എൻ്റെ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. m1x2 + m2x1 / m1 + m2, then m1y2 + m2y1 / m1 + m2. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഡിവിഷൻ്റെ ഫോർമുല ഒരു സൈൻ്റെ മാത്രം വ്യത്യാസമേ നമുക്ക് വരുന്നുള്ളൂ. ഇനി മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഫോർമുലയാണ് എന്ത്? നമ്മുടെ മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്നത്. ഈ മിഡ് പോയിന്റ് ഫോർമുലയും നമ്മൾ മിക്ക ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആവശ്യം വരുന്നുണ്ട്. സോ മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ x1 + x2 / 2, y1 + y2 / 2. ഇതേ ഫോർമുല തന്നെ നമുക്ക് എവിടെയും പഠിക്കാനുണ്ട്? 3Dയിലും പഠിക്കാനുണ്ട്.
ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഫോർമുലയാണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് വെച്ചിട്ട് ഡയറക്റ്റ് കീമിനും അതേപോലെ തന്നെ ജെയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ജെയ്ക്ക് ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിൽ പോലും മിക്ക ചോദ്യങ്ങളായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് കണ്ടുപിടിക്കേണ്ട കേസുകൾ വരുന്നുണ്ട്. അപ്പം ഫോർമുല എന്താണ്, ടാൻ തീറ്റ ഈക്വൽ ടു m2 മൈനസ് m1 ഡിവൈഡ് ബൈ 1 പ്ലസ് m1 m2 മോഡുലസ് ഓഫ്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും ടു ലൈൻസ് ആർ പാരലൽ. ടു ലൈൻസ് ആർ പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ സ്ലോപ്പുകൾ എന്താകും, ഈക്വൽ ആകാം. അതായത് m1 ഈക്വൽ ടു m2 എന്നാണ്. അതേപോലെ ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവരുടെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, -1 കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ തന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കിക്കോണം. ഓക്കെ, റെഡി. നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. ഡിഫറെൻറ്റ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, പോയിന്റ് സ്ലോപ്പ് ഫോമാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത്, അതായത് ഒരു സ്ലോപ്പും അതേപോലെ തന്നെ ഒരു പോയിന്റും അല്ലേ, ഒരു ലൈന് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. ആ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം, y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. നെക്സ്റ്റ് വരുന്നത് ടു പോയിന്റ് ഫോം. ടു പോയിന്റ് ഫോം എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതിലൂടെ പാസ് ചെയ്യുന്ന നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും, y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ ഈ തന്നിരിക്കുന്നത് എന്താണ്, സ്ലോപ്പാണ് അല്ലേ. y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലോപ്പാണ്. അപ്പോൾ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഈ ഒരു ഫോമിലാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. അതായത് ഒരു ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും മേക്കും. സി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് എഴുതാം. അതേപോലെ തന്നെ എക്സ് ഇൻ്റർസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി എന്നും നമുക്ക് എങ്ങനെ എഴുതാം, ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. ഈ ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലൈൻ പാസ് ചെയ്യുമ്പോൾ എക്സ് ആക്സിലുണ്ടാകുന്ന ഇൻ്റർസെപ്റ്റ് എയും വൈ ആക്സിലുണ്ടാകുന്ന ഇൻ്റർസെപ്റ്റ് ബിയുമാണെങ്കിൽ നമ്മുടെ ഇൻ്റർസെപ്റ്റ് ഫോം നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് നോർമൽ ഫോമാണ്. നോർമൽ ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിലേക്കുള്ള ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പി എന്ന് പറയുന്നത്. ഈ പി എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന പോസിറ്റീവ് ആക്സിസിലുണ്ടാകുന്ന നമ്മുടെ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് മെയിനായിട്ട് ഈ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്, അതെ പാരാമെട്രിക് ഫോമാണ് പാരാമെട്രിക് കോർഡിനേറ്റ്. ഇത് നമ്മൾക്ക് എവിടെ പഠിക്കുന്നുണ്ട്, നമ്മൾ കോണിക് സെക്ഷനകത്ത് നമുക്ക് പരാബോളയ്ക്കും സർക്കിൾസിനും എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും എല്ലാം നമ്മൾ ഈ പാരാമെട്രിക് ഫോം പഠിക്കുന്നുണ്ട്. അപ്പം ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പഠിക്കുന്നതോടെ അതിൻ്റെ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കി വെക്കണം, എന്താണ് പാരാമെട്രിക് ഫോം എന്നുള്ളത്. ഒരു ലൈനിലുള്ള ഏതൊരു പോയിന്റിനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് പാരാമെട്രിക് ഫോം ഉപയോഗിക്കാം. സോ എക്സ് മൈനസ് x1 ഡിവൈഡ് ബൈ കോസ് തീറ്റ വൈ മൈനസ് y1 ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഈക്വൽ ടു r എന്നാണ്. ഇതാണ് പാരാമെട്രിക് ഫോം. ദെൻ പാരാമെട്രിക് കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെ എഴുതും, x1 പ്ലസ് ഓർ മൈനസ് r കോസ് തീറ്റ y1 പ്ലസ് ഓർ മൈനസ് r സൈൻ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പാരാമെട്രിക് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈന്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ ജനറലായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും, സ്ലോപ്പ് നമുക്ക് ഡയറക്റ്റ് എഴുതാം അല്ലേ. എന്താണ് സ്ലോപ്പ് വരുന്നത്, എം ഈക്വൽ ടു മൈനസ് എ ബൈ ബി എന്ന് എഴുതാം. അതേപോലെ എക്സ് ഇൻ്റർസെപ്റ്റ് നമുക്ക് എഴുതാൻ പറ്റും, എ ഈക്വൽ ടു മൈനസ് സി ബൈ എ. ദെൻ വൈ ഇൻ്റർസെപ്റ്റ് നമുക്ക് എഴുതാം, ബി ഈക്വൽ ടു മൈനസ് സി ബൈ ബി. അപ്പോൾ ഒരു ലൈൻ്റെ ജനറൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, നമുക്ക് ക്വസ്റ്റനിനകത്ത് മെൻഷൻ ചെയ്യും ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എ ഗിവൻ ലൈൻ. അതായത് ഒരു ലൈന് പാരലായിട്ട് പോകുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈന്. ഈ ലൈൻ മറ്റൊരു ലൈനിന് പാരലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ
എക്സ് വൈ എന്ന് പറയുന്ന ആ വേരിയബിൾ, അതായത് കോൺസ്റ്റൻ്റ് ആയ എയ്ക്കും ബിക്കും ഒരു ചേഞ്ച് ഉണ്ടാവത്തില്ല. ഈ സിയുടെ സ്ഥാനത്തുള്ള കോൺസ്റ്റൻറ്റിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ചേഞ്ചസ് വരത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? സോ പാരലൽ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് കെ ഈക്വൽ ടു 0 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ലൈൻ മറ്റൊരു ലൈന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ബി എക്സ് മൈനസ് എ വൈ പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടെ കോൺസ്റ്റൻറ്റുകൾക്ക് മാത്രമല്ല ചേഞ്ച് വരുന്നത്, നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ എയും ബിയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ സൈനും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയിലേക്കാണ് കിടക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ ലൈനും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസും. ഇതേ കോൺസെപ്റ്റിനെ നമുക്ക് എവിടെയും പഠിക്കാനുണ്ട്, നമുക്ക് 3Dയിലും പഠിക്കാനുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ഈ പറയുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ ലൈൻ. ഇത് നമ്മൾക്ക് കോണിക് സെക്ഷനിലായിക്കോട്ടെ, അതേപോലെ മിക്ക ചാപ്റ്ററിലും നമ്മൾക്ക് ഇതേപോലെ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കേണ്ട കേസുകൾ വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഈ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഫോർമുല വരുന്നത്? മോഡുലസ് ഓഫ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള, രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് സി ടു മൈനസ് സി വൺ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുലയാണ് സ്ട്രെയിറ്റ് ലൈനിലെ ഈ രണ്ട് ഫോർമുലാസ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് എപ്പോഴും പറയുന്നത് കാരണം പല ചാപ്റ്ററുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഫൂട്ടും അതേപോലെ ഇമേജും ഒരു ഓഫ് എ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ കോണിക് സെക്ഷനകത്തും ക്വസ്റ്റ്യൻസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. x2 മൈനസ് എക്സ് വൺ ബൈ എ വൈ ടു മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു മൈനസ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡ് ബൈ, ശ്രദ്ധിക്കണം, താഴെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇല്ല, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മാത്രമേ ഉള്ളൂ. മിക്ക കുട്ടികളും മിസ്റ്റേക്ക് വരുന്നതാണ്, ഇവിടെ റൂട്ട് എഴുതി വയ്ക്കും, ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഇമേജ് കണ്ടുപിടിക്കുന്ന, ഒരു പോയിന്റിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. സെയിം അതേപോലെ തന്നെ നമ്മൾ എഴുതും. ഇവിടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. മൈനസ് 2 ഇൻറ്റു എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്ന കേസുകളാണ് സെൻട്രോയിഡ്, ഇൻസെൻറ്റർ, സർക്കം സെൻറ്റർ, ഓർത്തോ സെൻറ്റർ എന്നീ പറഞ്ഞ കോൺസെപ്റ്റുകൾ. അപ്പോൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 3 പോയിൻറ്റ്സ്, ട്രയാങ്കിളിൻ്റെ 3 പോയിൻറ്റ്സ് വെർട്ടിസസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻസെൻറ്റർ, എന്താണ് ഇൻസെൻറ്റർ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ആംഗുലർ ബൈസെക്ടർ. ഇൻസെൻറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി മെയിനായിട്ട് നോക്കേണ്ടത് ഓർത്തോ സെൻറ്ററും അതേപോലെ സർക്കം സെൻറ്ററുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഓർത്തോ സെൻറ്റർ കണ്ടുപിടിക്കാനോ സർക്കം സെൻറ്റർ കണ്ടുപിടിക്കാനോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ്, ഏത് ട്രയാങ്കിളിൻ്റെയാണ് ഓർത്തോ സെൻറ്റർ അല്ലെങ്കിൽ ഏത് ട്രയാങ്കിളിൻ്റെയാണ് സർക്കം സെൻറ്റർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനാണെങ്കിൽ നമ്മുടെ ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും? വെർട്ടെക്സ് ഹാവിങ് റൈറ്റ് ആംഗിൾ, റൈറ്റ് ആംഗിൾ വരുന്ന വെർട്ടെക്സിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഓർത്തോ സെൻറ്റർ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ സർക്കം സെൻറ്റർ എവിടെയായിരിക്കും വരുന്നത്? ഫോർ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മിഡ് പോയിൻ്റ് ഓർ ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും. ഈ ഒരു കേസിലായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനകത്ത് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേസ് കയറി വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഫോർമുലാസ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് ഈ ചോദ്യങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസറും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസറും എന്ത് ചെയ്യുക? നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഫോർമുലകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഫോർമുല തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളൊരു ഓൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുലാസ് മനസ്സിൽ വരികയും നിങ്ങൾക്ക് പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇനി പ്രാക്ടീസ് ചെയ്യുകയാണ് മെയിനായിട്ട് വേണ്ടത്. ഫോർമുലാസ് പഠിച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു സീരീസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ആകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത ചാപ്റ്ററുകളുടെ ഇതേപോലെയുള്ള കോൺസെപ്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.